ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ സഭ പെർഗമോസഭ. പെർഗമോസഭ നാം കണ്ടു. ആ സഭയെക്കുറിച്ച് കർത്താവ് അല്പം വേദനയോടെ പറയുന്നത് വായിക്കാം. നമുക്ക് പെർഗമോസഭയ്ക്കുള്ള ദൂത് വായിക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവന് കർത്താവിൻ്റെ വചനം, സഭയ്ക്ക് കിട്ടുന്ന വചനം, ആ ദൂത്, നീ ജയാളിയാകണമെന്നാണ്. നീ തോൽവി അടഞ്ഞവനായിരിക്കരുത്. പ്രിയപ്പെട്ടവർ, പലരും തോറ്റവരല്ലേ. പല ബിസിനസ്സിൽ തോറ്റവരുണ്ട്, കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, ധനസംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ പരാജയമടഞ്ഞവരുണ്ട്. ഇല്ല, അനേകം പരാജയങ്ങൾ നേരിട്ടവരല്ലേ നമ്മൾ പലരും. അല്ല, സ്കൂളിലെയോ കോളേജിലെയോ പരീക്ഷയിൽ പരാജയപ്പെട്ടവരുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ജയാളികളാകണം, നിങ്ങൾ ജയശാലികളാകണം, നിങ്ങൾ ജയ പതാക ചൂടുന്നവരാകണം. സ്തോത്രം. നല്ലൊരു വാക്ക് പഠിപ്പിച്ചു തരാം. വിജയ വൈജയന്തി എന്ന് വെച്ചാൽ ജയക്കൊടി എന്നാണ് അതിൻ്റെ അർത്ഥം. വിജയ വൈജയന്തി ചൂടുന്നവരായിരിക്കണം. വിജയ വൈജയന്തി എന്ന് പറഞ്ഞാൽ വിജയ പതാക. നിങ്ങളുടെ കയ്യിൽ വിജയത്തിൻ്റെ പതാക ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ വിജയത്തിൻ്റെ ടോർച്ച് ഉണ്ടായിരിക്കണം. ഒളിമ്പിക് ടോർച്ച് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നാം തോൽവിയടയുന്നവരാകരുത്. നിങ്ങൾ നോക്കി, നിങ്ങളുടെ സ്വഭാവത്തിൽ തോൽവി അടഞ്ഞവരല്ലേ? കോപിക്കില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ ഇത് കോപിച്ചില്ലേ, പിന്നെ തോൽവി അടഞ്ഞില്ലേ? ഇനി ആ പാവം വരില്ലെന്ന് തീരുമാനിച്ചു, ഏതെങ്കിലും ഒരു പാവം, പിന്നെയും തോറ്റവരല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ജയിച്ചവരാരുണ്ട്? കർത്താവിന് സ്തോത്രം. നാം എല്ലാം ജയാളികളാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, നമ്മുടെ കൂട്ടായ്മയിൽ ദൈവം ക്രയ ചെയ്ത് വരുന്ന അനേകം പേര് ജയജീവിതം അനുഭവിക്കുന്നവരുണ്ട്. ജയജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നവരുണ്ട്. ഭാഗ്യം. അനേകർ വിശുദ്ധിയിൽ ജയിച്ചു നിൽക്കുന്നവർ അനേകരുണ്ട്. അശുദ്ധി തൊടാതെ നിൽക്കുന്നവർ അനേകരുണ്ട്. അഴുക്കുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മാറ്റിയവർ അനേകരുണ്ട്. കോപഭ്രാന്ത് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഭ്രാന്ത് മാറ്റിയവർ അനേകരുണ്ട്. കാമഭ്രാന്തുള്ളവരുണ്ടായിരുന്നു, പക്ഷേ ആ ഭ്രാന്ത് മാറി. ജീവിതത്തിൽ അനേകം അരുതായികളിലൂടെ ജീവിച്ചവരുണ്ട്, അത് മാറിയിട്ട് ജയജീവിതം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. സ്തോത്രം. ഒരു കാര്യം ജയിക്കുക. എനിക്ക് ജയാളിയാകണം, എനിക്ക് ജയം നേടണം. എൻ്റെ ഭൗതിക ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയിക്കണം. സാത്താനെ ജയിക്കണം. എന്നെ നിരന്തരം നശിപ്പിക്കാനായിട്ട് വരുന്ന പിശാചിനെ എനിക്ക് ജയിക്കണം. എന്നെ പാതാളത്തിലേക്ക്, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് കൊണ്ടുപോകാൻ എന്നെ പാപത്തിന് ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന പിശാചിനെ എനിക്ക് ജയിക്കണം. എന്നെക്കൊണ്ട് കോപിപ്പിക്കുന്നത് പിശാചാണ്. വീട്ടിൽ കലഹം ഉണ്ടാക്കിക്കുന്നത് പിശാചാണ്. അപ്പനെയും അമ്മയും എതിർക്കുന്നത് പിശാചിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മയോട് സ്നേഹമില്ലാതെ വരുന്നു, അപ്പനോട് സ്നേഹമില്ലാതെ വരുന്നു, അത് പിശാചിൻ്റെ കളിയാണ്. പിശാചാണ് ഉപദ്രവിക്കുന്നത്. അമ്മായിമ്മയും മരുമോളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് പിശാചാണ്. വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വാദപ്രതിവാദം ഉണ്ടാക്കുന്ന പിശാചാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ ജയിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ പിശാച് ജയിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജയം നേടുന്നുണ്ടോ? ജയം നേടണം. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ ജയാളികളാക്കി തീർക്കും. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ. കാരണം വേദവസ്തം പറയുന്നു,
ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ ഇതിലാക്കും. സ്തോത്രം. എന്താണ്? ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ ഇതിലാക്കും. രക്ഷയ്ക്ക് വേണ്ടി കാക്ഷിയുണ്ടോ എങ്കിൽ ഞാൻ രക്ഷയിലാക്കും. കർത്താവ് പറയുന്നത് ജയിക്കും എന്ന് തീരുമാനം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ജയിച്ചിരിക്കും. കർത്താവ് നിങ്ങൾക്ക് ജയം തരും. അങ്ങനെ ആര് തീരുമാനം എടുക്കുന്ന കർത്താവ് നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗ്ഗത്തിലും ദൈവവും മനുഷ്യപുത്രന്മാർ നോക്കുന്നു. ദൈവം നോക്കുകയാണ് ആരുണ്ട് ജയത്തിന് വേണ്ടി കൊതിക്കുന്നവർ. സംസാരത്തിൽ നിയന്ത്രണമില്ല. ഒരു നിയന്ത്രണമില്ല. ജയം നേടണം, സംസാരത്തിൽ നിയന്ത്രണം വേണം. ആവശ്യമില്ലാത്തൊരു വാക്ക് പറയില്ല ആരോടും. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ആവശ്യമില്ലാത്തൊരു വാക്ക് പറയില്ല. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ആവശ്യം പോലെ മാത്രമേ സംസാരിക്കാവൂ. ആത്മീയവർദ്ധനുണ്ടാകണം. പറയുന്ന ആൾക്കും ആത്മീയവർദ്ധനുണ്ടാകണം, കേൾക്കുന്ന ആൾക്കും ആത്മീയവർദ്ധനുണ്ടാകണം. നല്ല വാക്കേ പറയാവൂ, ചീത്ത വാക്ക് പറയാൻ പറയാറില്ല. ആകാത്തൊന്നും നാവിൽ നിന്ന് വരരുത്. വാക്യം ഇതാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വാക്കുകൾക്ക് നിയന്ത്രണം വേണം. ഇന്ന് അനേകരും വാക്കുകൾക്ക് നിയന്ത്രണമില്ല. ഞാൻ ഏതെങ്കിലും പ്രത്യേക ഒരു ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. പക്ഷേ സ്ത്രീകൾ പൊതുവേ ഒരു കൂട്ട് കൂടുമ്പോൾ ഇങ്ങനെ നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഒരുമിച്ച് ജോലിയൊക്കെ ആണെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റപ്പെട്ടി തെറ്റുകൾ ഇതിൽ കൂടെ വരും. വാക്കുകളുടെ പെരുപ്പത്തിൽ ലംഘന ബാഹുല്യമുണ്ട് എന്ന് വേദവസ്തം പറയും. വാക്കുകൾ കൂടിപ്പോയാൽ തെറ്റ് വരാം. ആകുന്നിടത്തോളം നിങ്ങൾ വാക്കുകൾ കുറയ്ക്കുക. അതുകൊണ്ട് പറയാതിരിക്കണമെന്നല്ല പറഞ്ഞത്. സ്തോത്രം. ജയിക്കുന്നവന് ഇന്ന ഗുണങ്ങളെന്ന് പറയുന്നു. ഒന്നാമത്തെ സഭയിൽ എഫേസസ് സഭയിൽ ജയിക്കുന്നവനോട് പറയുന്നു. നമുക്ക് വായിക്കാം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്തോത്രം. ഈ ഏതെല്ലാം ആദാം രുചി നോക്കാത്ത ജീവതരുവിൻ ഫലം നമുക്കല്ല തിന്നാൻ കിട്ടും. ദൈവത്തിന് സ്തോത്രം. അത് വർണ്ണിക്കാൻ ഇപ്പോൾ ഞാൻ സമയം എടുക്കുന്നില്ല. അത് വേറൊരു വിഷയമായി പറയേണ്ടതാണ്. ഏതെല്ലാം ആദാം രുചി നോക്കാത്ത ജീവതരുവിൻ ഫലം, അത് ഈ മാമോദിസ വെക്കുന്ന ശിശുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, തിരുശരീര രക്തങ്ങൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് നാം ധരിച്ചു വെച്ചിരിക്കുന്നവർ വെറുതെ ഒന്ന് പോയി ഒന്ന് അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു വീണ്ടും കുർബാന അനുഭവിക്കുന്നതല്ല. കുർബാന അനുഭവം ശരിയായ അനുഭവമാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം. അതുവരെയുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഇനിമേലിൽ പാപം വരികയില്ല തീരുമാനിച്ചു. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം നാം സ്വീകരിക്കുന്നു, തിരുരക്തം നാം സ്വീകരിക്കുന്നു. അതോടുകൂടി ഈ ശരീരം യേശുവിൻ്റെ ശരീരമായി മാറുന്നു. ഈ രക്തം യേശുവിൻ്റെ രക്തമായി മാറുന്നു. ഇത് നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ശരീരമായി മാറുന്നു എൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തമായി മാറുന്നു എൻ്റെ രക്തം. അതാണ് പിതാക്കന്മാർ വിഭാവനം ചെയ്തിട്ടുള്ളത്, പിതാക്കന്മാരുടെ വിശ്വാസത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇന്നിതൊന്നും ആരും അറിയുന്നില്ല. ജീവതരുവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവതരു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഭക്ഷിക്കുക, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക, ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുക, ക്രിസ്തുവിൻ്റെ രക്തമായി തീരുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അനുഗ്രഹീതമായൊരു അനുഭവമാണത്. എന്തൊരു ശക്തിയേറിയ അനുഭവമാണത്. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം നാം നേടിയിരിക്കണം. ഈ അനുഭവം നേടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം പാഴായിപ്പോയി. നാം ഇതുവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ക്രിസ്തുവിനെ നാം അനുഭവിക്കണം. എൻ്റെ ഈ കൈകൾ യേശുക്രിസ്തുവിൻ്റെ കൈയായി മാറി. ഇനി ഈ കൈ അരുതാത്തൊന്നും ചെയ്യില്ല. യേശുക്രിസ്തു ചെയ്യുന്ന മാത്രമേ കൈ ചെയ്യുകയുള്ളൂ. യേശുക്രിസ്തു എഴുതുന്ന മാത്രമേ കൈ എഴുതുകയുള്ളൂ. എൻ്റെ ഈ കണ്ണ് യേശുവിൻ്റെ കണ്ണായിപ്പോയി. ഇനി ഈ കണ്ണ് യേശു കാണുന്നതേ കാണൂ. യേശു കാണുന്നത് മാത്രമേ കാണാൻ എൻ്റെ കണ്ണ് ഞാൻ തുറക്കൂ. സ്തോത്രം. ഈ നാവ് യേശുവിൻ്റെ നാവായിപ്പോയി. ഞാൻ യേശുവിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ നാവ് ഇനി യേശു സംസാരിക്കുന്നത് മാത്രമേ സംസാരിക്കൂ. യേശു പ്രസാദിക്കുന്നത് മാത്രമേ സംസാരിക്കൂ. ഈ നാവ് പിശാച് അവകാശം പറയുന്നൊന്നും സംസാരിക്കുകയില്ല. ഈ നാവ് മിണ്ടുകയില്ല. സ്തോത്രം. അങ്ങനെ ഓരോ അവയവും യേശുവിൻ്റെതായി മാറുന്നു. അതാണ് വിശുദ്ധ കുർബാന അനുഭവം. എൻ്റെ കർത്താവേ, ഇത് നമ്മൾക്കൊന്ന് അനുഭവിച്ചാൽ നല്ലതല്ലേ ഈ വിശുദ്ധ കുർബാന അനുഭവം? വിശുദ്ധ കുർബാന ഏറ്റവും മഹത്തായ ഒന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്താണ്? കൂദാശയുടെ രാജ്ഞി എന്നാണ് പറയുന്നത്. ഏറ്റവും മെന്മേറിയ കൂദാശ. പക്ഷേ അത് നമ്മൾ പലരും ഒന്നും അനുഭവിക്കുന്നില്ല. പേരിന് പെട്ടെന്ന് മുണ്ടുമാറി കുളിച്ചു മുണ്ടുമാറി പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പിട്ട് നിന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വിശേഷമൊന്നുമില്ല. അല്ല, ഒരു ഭാവം പറയാനില്ല. പിന്നെ പറയാനുണ്ട്. പണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുമ്പസാരിച്ച് കുർബാന കൊണ്ടതിന് ശേഷം ഒരു പുറജാതിക്കാരനോട് വേണ്ടി പോയി. ഭയങ്കര തെറ്റല്ലേ ആയിപ്പോയത്. എന്താ പറയുന്നത്?
പുറജാതിക്കാരനോട് വേണ്ടി പോയി. ഇതാ പറയുന്നത്. പിന്നെ അച്ഛൻ ചോദിക്കുക, വേറൊന്നും പറയാനില്ലേ? ഇല്ല, വേറൊന്നും പറയാനില്ല. അച്ഛൻ കുറേ ഉപദേശം കൊടുത്തു, തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു, പാവം മോചിച്ചു എന്ന് അച്ഛനും വിചാരിച്ചു, പാവപ്പെട്ട വിശ്വാസിയും വിചാരിച്ചു, പോയി. എന്നിട്ട് കുർബാന കൊള്ളുന്നു. ഇതെല്ലാം ചടങ്ങുകളായിപ്പോയി. ഇന്ന് ചടങ്ങുകൾ. ഇത് മാറിയിട്ട് ഇതെല്ലാം അനുഭവമാക്കിയെടുക്കണം നാം. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മാർട്ടിൻ ലൂതർ സഭയിലുള്ള അനീതികളെല്ലാം കണ്ടു വേദനിച്ചുകൊണ്ട് 95 പോയിൻ്റുകൾ ദേവാലയത്തിന് ഭിത്തിയിൽ എഴുതി വെച്ചു. സഭ ഇളകി. സഭയെ എതിർക്കുന്നു ഒരു സഭയെ എതിർക്കുന്നു. മാർട്ടിൻ ലൂതറിനെ ഒരു വേട്ടയാടി. മാർട്ടിൻ ലൂതർ വിഷമിച്ചു, കൊല്ലുമെന്നാണ്. അന്നത്തെ സഭ മാർട്ടിൻ ലൂതറിനെ കൊല്ലാൻ നോക്കി. നാടുവിട്ട് ഓടേണ്ടി വന്നു. മാർട്ടിൻ ലൂതറിൻ്റെ ജീവചരിത്രം വായിച്ചാൽ നാം അത്ഭുതപ്പെടും. സത്യത്തിന് വേണ്ടി സ്വരമുയർത്തിയ മാർട്ടിൻ ലൂതറിനെ എല്ലാവരും കൊല്ലാൻ വന്നു. സഭ അതിനെതിരായിട്ട് പടവാളം ഉയർത്തി. മാർട്ടിൻ ലൂതറിന് എതിരായിട്ട് മാർട്ടിൻ ലൂതർ തുടങ്ങിയ ആ അനുഗ്രഹമായ വ്യതിയാനം, മാറ്റം, പരിവർത്തനം, അതാണ് റിഫർമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് നവീകരണം. നവീകരണ സഭ ഉദയം കൊള്ളുന്നത് അങ്ങനെയാണ്. നവീകരണം, റിഫർമേഷൻ ചരിത്രത്തിൻ്റെ ഏടുകളിലെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അതാത് കാലത്തെ നിലവിലുള്ള നിയമങ്ങളെ എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുന്നവരെല്ലാം അധീശക്തികളുടെ എതിർപ്പിനും ശത്രുത്വത്തിനും ഇരയായി തീരാറുണ്ട് എക്കാലത്തും. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ കൂട്ടായ്മയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കൂട്ടായ്മയെ പലരും എതിർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വാസ്തവത്തിൽ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ആരുമില്ല. സത്യത്തിന് വേണ്ടി ഇന്ന് സംസാരിക്കാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. സത്യവിശ്വാസം അതൊരു വലിയൊരു പരിവർത്തനത്തിലേക്ക് നമ്മെ നടത്തും. വലിയൊരു മനപരിവർത്തനം, വലിയൊരു വിപ്ലവം നമ്മിൽ പൊട്ടിപ്പുറപ്പെടും. വലിയ വിപ്ലവം. ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു വലിയൊരു ബോംബ് നിങ്ങളുടെ ഹൃദയത്തിൽ പൊട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലിയൊരു ബോംബ്, വിപ്ലവത്തിൻ്റെ ബോംബ്, മാറ്റത്തിൻ്റെ ബോംബ്. അത് സ്നേഹത്തിൻ്റെ ബോംബാണ്. ഗോകുൽത്തായിലൊരിക്കൽ പൊട്ടിയ ആ ബോംബ് ഇന്നും പൊട്ടാൻ തയ്യാറായി നിൽക്കുന്നു. ആരുടെ എല്ലാ ഹൃദയത്തിൽ പൊട്ടും ആ ബോംബ്? സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ ബോംബ് എവിടെയെല്ലാം പൊട്ടുന്നോ അവിടെയെല്ലാം അനുഗ്രഹത്തിന് വിളനിലമായി മാറും. സന്തോഷം മുറിയാതെ ഒഴുകും. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവന് ജയം നേടണം. മരണസഭയുടെ ദൂതൻ എഴുതുമ്പോൾ പറയുന്നു, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. സ്തോത്രം. രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ടാം മരണം. ഒന്നാം മരണം നമുക്കറിയാം. നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചു, ഒരു ദിവസം മരിക്കും, അല്ലേ? മരിക്കും തീർച്ചയായിട്ടും. അത് ഒന്നാമത്തെ മരണം. പക്ഷേ രണ്ടാം മരണം എന്നാ? രണ്ടാം മരണം അത് തീ പൊയ്യുകയാണ്. രണ്ടാം മരണം നരകമാണ്. ആ തീ പൊയ്യുക അതത്രേ രണ്ടാം മരണം. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കാണാം. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം ഈ രണ്ടാം മരണം ഏതാണെന്ന്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാം മരണം നേരിടേണ്ടി വരികയില്ല. തീപ്പൊയ്കയിൽ പോകേണ്ടി വരികയില്ല. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം നാം ഓരോരുത്തരെല്ലാം നേരിൽ കാണും. ഒരു ദിവസം എല്ലാം നേരിൽ കാണും. ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം നാം പറന്നു പോകും. എല്ലാം വിട്ട് പറന്നു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവർ കരഞ്ഞുകൊണ്ട് നിൽക്കും. അവർ വേദനിച്ച് കണ്ണീരൊപ്പിക്കൊണ്ട് നിൽക്കും. അവർ ഏങ്ങലടിച്ചുകൊണ്ട് നിൽക്കും. ശവക്കുഴി അല്ലെങ്കിൽ കല്ലറ, അതിലേക്ക് നമ്മുടെ ഡെഡ് ബോഡി വയ്ക്കും. അവസാനമായി ഒന്നുകൂടി കാണാൻ കൊതിവുകൊണ്ട് പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ആ മൃതശരീരം കല്ലറയിലേക്ക് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ അവിടെ പുറത്ത് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാവികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതെന്ന് പട്ടക്കാരൻ പ്രാർത്ഥിക്കും. മറ്റുള്ളവരേറ്റ് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ നീ പൊടിയാവും, നീ പൊടിയിലേക്ക് തിരിച്ചു ചേരുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് പട്ടക്കാരനവിടേക്ക് ഇടും. തുടർന്ന് മറ്റുള്ളവരും മണ്ണ് ഇടും. ദൈവത്തിന് സ്തോത്രം. ആ ജീവിതം അവിടെ തീർന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരു ദിവസം നാം കടന്നു ചെല്ലുമ്പോൾ അന്ന് നാം ഇതെല്ലാം നേരിട്ട് കാണും. എന്താണ് ഈ തീപ്പൊയ്ക?
എന്താണ് സ്വർഗമഹാസൗഭാഗ്യം നാം നേരിട്ട് കാണും. ആ തീപ്പൊയിലേക്ക് നാം ആരും പോകരുത്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് അതേ ലക്ഷ്യമുള്ളൂ, വേറൊരു ലക്ഷ്യമില്ല. ആ തീപ്പൊയിലേക്ക് നാം ആരും പോകരുത്. ഇന്നത്തെ ഈ ദിവസം പോലെ തന്നെ ഏതോ ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. തീപ്പൊയിലേക്ക് നാം ആരും പോകരുത്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാം മുഖത്തുപെടട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ആരും പിശാചിന് കൂടെ പോകരുത്. ആരും സാത്താൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയിലേക്ക് നാം ആരും പോകരുത്. തീപ്പൊയി രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം വേണ്ട എങ്കിൽ രണ്ടാമത്തെ ജന്മം വേണം. സ്തോത്രം. എന്നോട് പറയാം, ഒന്നാമത്തെ ജന്മമുള്ളവർക്ക് അവർക്ക് വീണ്ടും ഒരു ജന്മം വേണം, രണ്ടാമത്തെ ജന്മം. ഒന്നാമത്തെ ജന്മം നാം അമ്മയുടെ അപ്പനെയും മകളായി ഭൂമിയിൽ ജനിച്ചു, ഒന്നാമത്തെ ജന്മം. പക്ഷേ ഈ ഒന്നാമത്തെ ജന്മം നാം പ്രാപിച്ചു. അതിനുശേഷം ഏതെങ്കിലും ഒരു പ്രായത്തിൽ നാം രണ്ടാമത് ജനിക്കണം, രണ്ടാം ജന്മം വേണം. ഏത് പ്രായത്തിലാകട്ടെ, ചിലപ്പോൾ 70 വയസ്സായിട്ടായിരിക്കും, അല്ല 90 വയസ്സായിട്ടായിരിക്കും, അല്ല 15 വയസ്സായിട്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഈ രണ്ടാം ജനനം, വീണ്ടും ജനനം 17ാമത്തെ വയസ്സിലാണ് ഉണ്ടായത്. വചനം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. അപ്പോൾ വീണ്ടും ജനനം കിട്ടി. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ പ്രത്യേക ദിവസം പറയാനുണ്ടാവണമെന്നില്ല. ഇന്ന സമയത്ത് ഞാൻ മാനസാന്തരപ്പെട്ടു, ഇന്ന സമയത്ത് ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയാനുള്ള ദിവസം കാണണമെന്നില്ല. പക്ഷേ ആ ഒരു അനുഭവം നിങ്ങൾക്ക് വേണം. വീണ്ടും ജനനം, പുതുതായി ജനിച്ചു എന്നുള്ളൊരു അനുഭവം അത് കൂടിയേ കഴിയൂ. ആർക്കും അത് ബാബാവ് തുടങ്ങി, മെത്രാൻ തുടങ്ങി, അച്ഛൻ തുടങ്ങി, അയ്മേനി തുടങ്ങി, കൈക്കാരൻ തുടങ്ങി എല്ലാവർക്കും വേണം വീണ്ടും ജന്മം. വീണ്ടും ജന്മം ലഭിച്ചില്ലെങ്കിൽ രണ്ടാം മരണത്തിലേക്ക് പോകും, തീപ്പൊയിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. അത് ആരെന്ന് മുഖപക്ഷമില്ല, സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ് നോക്കില്ല. കൺവെൻഷൻ പ്രസംഗത്തെ ഓടി നടന്ന് കൺവെൻഷൻ പ്രസംഗം നടന്ന ആളാണ് നോക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂൾ വർഷങ്ങളായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളാണോ നോക്കുകയില്ല. പട്ടക്കാരനാണോ നോക്കുകയില്ല. അവിടെ മുഖപക്ഷമില്ലാത്ത ന്യായവിധിയാണ് നടക്കുന്നത്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്ന നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷം കൂടാതെ, മുഖപക്ഷമില്ലാതെ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഭയത്തോടെ കഴിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഈ പരദേശവാസകാലം ഭയത്തോടെ കഴിക്കുക. ഈ മരുഭൂമി പ്രയാണകാലം ഭയത്തോടെ കഴിക്കുക. വളരെ ഭയത്തോടെ ഓരോ നിമിഷം ജീവിക്കുക. എങ്ങനെ? മനുഷ്യ പേടിച്ചല്ല, ഒരു ദൈവഭയം നമുക്ക് വേണം. സ്തോത്രം. ഒരു ദൈവഭയം. സ്കൂളിൽ പോകുന്നൊരു കുട്ടി ദൈവഭയമുള്ളവനായി തീരണം. മറ്റു കുട്ടികളോട് ഇടപെടുമ്പോൾ അവന് ദൈവഭയം ഉണ്ടായിരിക്കണം. അരുതാത്തതൊന്നും ചെയ്യരുത്, അരുതാത്ത പടം കാണരുത്. ആരെങ്കിലും അരുതാത്ത പദം കാണിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വേണ്ട, മാറിപ്പോയി. അരുതാത്ത ശീലങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഞാനില്ല, മാറിപ്പോകണം. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അരുതാത്ത ഏതെങ്കിലും കാര്യത്തിലേക്ക് ആരെങ്കിലും വശീകരിച്ചാൽ ഞാനതിലില്ല. എന്തുകൊണ്ട്? ഞാൻ വീണ്ടും ജനിച്ച ദൈവത്തിലാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്, എനിക്ക് പാടില്ല. അങ്ങനെയൊരു നിർബന്ധ ബുദ്ധി നിങ്ങൾക്ക് വേണം. അങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല, തീപ്പൊയ്യിലേക്ക് പോകേണ്ടി വരികയില്ല. ഈ കൂടെ ഞാൻ ചേർത്തൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കൊച്ചുകുട്ടികൾ, നിങ്ങൾ അപ്പന്മാരും അമ്മമാരും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അമ്മമാർക്ക് നിങ്ങളുടെ പെൺമക്കളെക്കുറിച്ചൊരു വിചാരമുണ്ടോ? ഞാൻ ചോദിക്കുക. നിങ്ങളുടെ പെൺമക്കൾ എങ്ങോട്ടാണ് പോകുന്നറിയാമോ? സ്കൂളിൽ പോകുന്നില്ലേ? കൊള്ളാം. അവർ പരീക്ഷയിൽ തോറ്റാൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലോ. അവർ സ്വഭാവത്തിൽ തോറ്റാലോ, അവർ വേണ്ടാതനത്തിൽ പോയാലോ, അവരരുതാത്ത വഴികളിലൂടെ പോയാലോ നിങ്ങൾക്ക് സങ്കടമുണ്ടോ? അങ്ങനെ അരുതാത്ത വഴിക്ക് പോരുന്നൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ ഓരോ ചുവടുവയ്പ്പിലും അമ്മമാർ ശ്രദ്ധിക്കണം. പെൺമക്കളുടെ കാര്യത്തിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺമക്കളുടെ കാര്യത്തിൽ അപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പനും അമ്മയും ഒരുപോലെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മക്കൾ വഴിതെറ്റി പോകാനിട വരരുത്. ഈ ദിവസങ്ങളിലെല്ലാം വന്ന് ചില ഫോൺ കോളുകളിൽ മോന് മിണ്ടുന്നില്ല, നല്ലപോലെ പഠിക്കുന്ന മോനായിരുന്നു സാറേ, അവൻ അകത്ത് കയറി മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ്, അവൻ പുറത്ത് വരുന്നില്ല, മോനെ കഴിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചാൽ അവൻ ദേഷ്യം വരികയാണ്, അവൻ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുകയാണ്, അവൻ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ എപ്പോഴും നിരാശനാണ്, മുഖം വാടിയിരിക്കുന്നു, അവൻ പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈ കോളേജിൽ പോകുന്നില്ലെന്ന് അവൻ പറയുന്നു. സാറേ, നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു, എൻ്റെ കൊച്ചിന് എന്ത് പറ്റി? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരെ മക്കളെക്കുറിച്ച് കരുതുന്നില്ല. മക്കൾ എവിടെ പോകുന്നു കരുതുന്നില്ല. മക്കൾ എന്തെല്ലാം ചെയ്യുന്നു കരുതുന്നില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് മാറി വേറൊരിടത്ത് തന്നെത്താൻ പോയി കിടക്കാൻ ഇടവരരുത്. ഓർത്തുകൊള്ളണം. അമ്മമാർ ഓർത്തുകൊള്ളണം. പെൺമക്കൾ അവർ വേറെ ബന്ധുവീടുകളിലൊക്കെ പോയി താമസിക്കാൻ ഇടവരരുത്. പോകാം. അമ്മയുടെ കൂടെ തന്നെയായിരിക്കണം അമ്മോൾ കിടക്കുന്നത്. ഓരോ ചുവടുവെപ്പിലും അമ്മ ശ്രദ്ധിച്ചുകൊള്ളണം.
അപ്പന്മാരെ ശ്രദ്ധിച്ചോളണം. മോൻ്റെ പോക്ക് എങ്ങോട്ടാണ്? മോൻ എങ്ങനെയാണ്? അവൻ ഏതെങ്കിലും അരുതാത്ത കൂട്ടുകെട്ടിൽ പോകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് വളർന്നു വരേണ്ടത്. വളർന്നു വരുമ്പോൾ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി മാറേണ്ടവരാണ്, അഭിമാന ഭാജനങ്ങളായി തീരേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നാം മക്കൾക്ക് വേണ്ടി നല്ല ഉടുപ്പുണ്ടാക്കി കൊടുക്കുന്നു, നല്ല വേഷം കൊടുക്കുന്നു, നല്ല ഡ്രസ്സ് കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് അത് ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾ നോക്കണം. അവിടെയെല്ലാം അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്, അമ്മമാരാണ് നോക്കേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമ്മമാരാണ്. ദേഹം മറിയത്തക്കവണ്ണമുള്ള ഡ്രസ്സ് കൊടുക്കണം. മറ്റുള്ളവർ ഒരു കാരണവശാലും ആ കുട്ടിയിലേക്ക് ഒരു ആകർഷണം വരാത്ത രീതിയിൽ നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജയം വേണമെങ്കിൽ, രണ്ടാം വണ്ണം മാറി കിട്ടണമെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം, ഇന്ന് വീണ്ടും ജനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വീണ്ടും ജനനം വരണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് സാധിക്കുമെന്ന്? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന കാര്യം ഇന്ന് സാധിക്കുമെന്ന്? ഇതുവരെ ആ ജനനം അനുഭവിച്ചിട്ടില്ലാത്തവർ, പുതുതായി ജനിച്ചാൽ അനുഭവിച്ചിട്ടില്ലാത്തവർ, ഒരു മാനസാന്തരം കിട്ടിയിട്ടില്ലാത്തവർ, എനിക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ വീണ്ടും ജനിക്കണമല്ലോ, ആ ഒരു വിചാരം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഉള്ളിൽ ചിന്തിച്ചു നോക്കൂ. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കുന്ന ആ മഹാസൗഭാഗ്യം എനിക്കിന്ന് വേണം കർത്താവേ. അത് തരാനാണല്ലോ നീ എന്നെ വിളിച്ചു കൂട്ടിയത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ജന്മം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി തീരുക. ദൈവത്തിന് സ്തോത്രം. പഴയതെല്ലാം മാഞ്ഞു പോയി, എല്ലാം തീർന്നു പോയി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. ഇതാ ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയായി മാറുന്നു, പുതിയ സ്വഭാവം കിട്ടുന്നു, ജയിക്കുന്നതിനായി തീരുന്നു. ഇതുവരെയും തോൽവി അടഞ്ഞ ജീവിതം, ഒരു പാപത്തിന് മേലും ജയമില്ലാതിരുന്ന ജീവിതം ഇന്നിതാ ജയിക്കുന്നൊരു ജീവിതമായി മാറുന്നു, ഇന്ന് ജയാളിയായി മാറുന്നു, ജയത്തിൻ്റെ പതാക ഏന്തുന്നതിനായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ജയക്കൊടി പാറുന്നതിനായി മാറുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് സൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ഞാനല്ല തരുന്നത് എൻ്റെ രാജാധിരാജാവായ യേശു ക്രിസ്തുവാണ്, എൻ്റെ കരുണയുള്ള കർത്താവാണ്, നിങ്ങളുടെയും എൻ്റെയും രക്ഷകനായ മിശിഹായ ക്രൂസിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി യേശു. ആ യേശുവാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഞാനല്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വീണ്ടും ജനം തരുന്നത്. ഞാനല്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളെപ്പോലെ സാധു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു ബലഹീനതയുള്ള മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായി ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു ദാസനെ പോലെ ഞാൻ നിൽക്കുകയാണ്. ഒരു ദാസനെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിനയത്തോടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളാരേക്കാളും ഭേദമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജനം നിങ്ങൾക്ക് തരുവാൻ യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. യേശു നിങ്ങളുടെ സമയത്തോടെ നടക്കുന്നുണ്ട്. യേശു നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ദാഹം കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ദാഹം കർത്താവ് അറിയുന്നുണ്ട്. ഒരു വീണ്ടും ജനനത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു വീണ്ടും ജനനം? കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിൽ ജനിക്കണം. ഞാൻ ജനിക്കുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ കർത്താവെ നിത്യജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി ചേർക്കണം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇവിടെ ഭൂമിയിൽ ജനിക്കുമ്പോൾ മാമോദിസ രജിസ്റ്ററിൽ പേരുണ്ട്, കർത്താവെ ജനന രജിസ്റ്ററിൽ പേരുണ്ട്, സർക്കാരിൻ്റെ രജിസ്റ്ററിൽ പേരുണ്ട്, സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിൽ പേരുണ്ട്. കർത്താവെ, എന്നാൽ ഇന്ന് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. സ്വർഗത്തിൽ ഞാൻ ജനിക്കാൻ ഇന്ന് എനിക്ക് ഭാഗ്യം തരണം. കർത്താവെ, ഭൂമിയിൽ ഞാൻ ചലിക്കുന്നു, ഭൂമിയിൽ ഞാൻ സഞ്ചരിക്കുന്നു. എന്നാൽ എൻ്റെ ആത്മാവ് യേശു ക്രിസ്തു വീണ്ടും ജനിച്ച അനുഭവത്തിൽ ഇന്ന് ഒരു പുതിയ സൃഷ്ടിയായി എനിക്ക് മാറണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ടവരെ, അനുഭവം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. യേശുവിനോട് നിങ്ങൾക്ക് പറയാം, യേശുവേ, ഇന്നു മുതൽ നാഥാ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നാഥാ, ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ ജീവിതം ഇതാ നിനക്ക് ഞാൻ തുറന്നു തരുന്നു. എൻ്റെ ഭാവി ഞാൻ ഇതാ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ എന്നെ തന്നെ ഞാൻ വിട്ടുതരുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ നാഥാ, നീ പുറത്ത് നിൽക്കല്ലേ, അകത്തേക്ക് വരണമേ, അകത്തേക്ക് വരണമേ. എൻ്റെ ഹൃദയം ഞാൻ ഇതാ നിനക്ക് തുറക്കുന്നു. യേശുവേ, ഹൃദയം ഇതാ തുറന്നു വയ്ക്കുന്നു. അകത്തെ തഴുതിയെ മാറ്റിയിരിക്കുന്നു, അകത്തെ സാക്ഷിയെ മാറ്റിയിരിക്കുന്നു, അകത്തെ കുറ്റിയെ മാറ്റിയിരിക്കുന്നു. വാതിലിതാ നിനക്ക് വേണ്ടി മലർക്കെ തുറന്നിരിക്കുന്നു. യേശുനാഥ, അരികത്തേക്ക് വരിക, ഹൃദയത്തിലേക്ക് വരിക, ഹൃദയത്തിൽ എഴുന്നള്ളിയിരിക്കുക. സിംഹാസനം വിട്ട് എൻ്റെ ഹൃദയത്തിൽ നീ വാഴുക, എന്നെ നീ ഭരിക്കുക, എന്നെ നീ നയിക്കുക, എന്നെ നീ നടത്തുക. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിൻ്റേത് മാത്രം
മാത്രം. യേശുനാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം സമർപ്പിക്കൂ. ഹൃദയം തുറക്കൂ. യേശുവിനോട് പറയൂ, യേശുവേ, ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം സമർപ്പിക്കൂ. നമുക്ക് ആ സമർപ്പണം ഹൃദയത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇരുവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ മക്കളെ അവിടെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉദയം കൊണ്ടതിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിലനിൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ കർത്താവേ. എൻ്റെ നാഥ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.